പ്രൊഡക്ഷൻ കൺട്രോളർ ഭീഷണി സാന്ദ്ര തോമസ് മാധ്യമങ്ങളെ കാണും. നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആരെങ്കിലും ഒരു എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിശബ്ദരാക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. അത് വർഷങ്ങളായി മലയാള സിനിമയിൽ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം കുറച്ചുകൂടി ജനങ്ങൾ അറിയാനായിട്ട് തുടങ്ങി. ഇപ്പം എന്നെ പോലുള്ള ആളുകൾ പുറത്തേക്ക് വന്ന് പറയാനായിട്ട് ശ്രമിച്ചു. പക്ഷേ പറയാൻ ശ്രമിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ദുരനുഭവം ഇതാണ്. അതുകൊണ്ടാണ് കേസുകളൊന്നും മുന്നോട്ട് പോകാതെ ക്ലോസ് ചെയ്യേണ്ട അവസ്ഥ വന്നത്. ഇതുകൊണ്ടാണ് ഇതിൻ്റെ ഇങ്ങനൊരു ഭീഷണി വരാനായിട്ടുള്ളൊരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഞാൻ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, കാലത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ സിനിമയിലും വരണം. ഇവിടെ വർഷങ്ങളായി നടന്നു പോരുന്ന രീതിയിലാണ് സിനിമ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന തസ്തികയിലൊക്കെ ഒരു മാറ്റങ്ങൾ വരണം. അപ്പോൾ ഇപ്പോൾ AI റീപ്ലേസ് ചെയ്യുന്ന ഒരു കാലമാണല്ലോ. അപ്പം മാറ്റങ്ങൾ വരണം. അവർ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഇന്ന് ആർട്ടിസ്റ്റ് മാനേജേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ആക്കണം. ഇപ്പോൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള രീതിയിൽ വേറെ ആൾക്കാരെ കൊണ്ടുവരണം. അങ്ങനെ ഒരു പരാമർശം ഞാൻ നടത്തിയതിന് ഇവർക്ക് ഹേർട്ടാവുകയും അവർക്ക് ഹേർട്ടായി, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഹേർട്ടായെങ്കിൽ അത് അവർക്ക് അതുപോലെ എന്നോട് പ്രതികരിക്കാമല്ലോ. അതിന് പകരം എന്നെയും എൻ്റെ കുടുംബത്തെയും ഇല്ലാതാക്കും എന്നല്ലല്ലോ പറയണ്ടേ. പ്രത്യേകിച്ച് ഞാൻ 2 കുഞ്ഞുങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ആളാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ നാട്ടിൽ പ്രായമായ പേരൻസാണ്. അപ്പോൾ ഇടയ്ക്ക് അവിടെയും പോയി വന്നാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് വേറെ സപ്പോർട്ടിന് ആരുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിയമപരമായി മുന്നോട്ട് പോയത്. ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. ഇനി സത്യത്തിൽ കോടതിയിൽ മാത്രമാണ് പ്രതീക്ഷ. കാര്യക്ഷമമായിട്ട് പോലീസ് അത് അന്വേഷിക്കുന്നുണ്ട്? ഇല്ല, അത് ഈ കേസിൽ അത് സംഭവിച്ചില്ല. ഞാനത് വിളിച്ച് അന്വേഷിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞു ഞങ്ങൾ തിരക്കായി പോയി എന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, എനിക്കോ എൻ്റെ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ തിരക്കായി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. ഇത് വളരെ ഡയറക്റ്റായിട്ടാണ് അയാളത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നെ വിളിച്ച് പറഞ്ഞത് കൂടാതെ അവർ 450ഓളം പേര് വരുന്ന ഗ്രൂപ്പിലും കൂടി ഇട്ട് അതിനകത്ത് ഡിസ്കഷനും നടത്തിയ ഒരു കാര്യമാണ്. മാർച്ച് 20-ാം തീയതിയാണ് അദ്ദേഹം വിളിക്കുന്നതും അന്ന് രാത്രി തന്നെയാണ് ആ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതും. ഇല്ല, ഞാൻ ഫെഫ്കയുടെ മെമ്പറും അല്ല. ഞാൻ ഫെഫ്കയുടെ ആരോടും സംസാരിക്കാൻ അറിയാം. അവർ തന്നെയാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ആക്ഷനും ആ അഡ്മിൻസ് കണ്ടിട്ടും ഒന്നും എടുത്തില്ല. പകരം ചർച്ചയാണ് നടന്നത്. അപ്പം ഞാൻ ആരോട് പോയി ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാനാ? എന്തുകൊണ്ടായിരിക്കും പോലീസ് ഇതിൽ കൃത്യമായൊരു അങ്ങനെ ഒരു സംശയം തോന്നുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടും എല്ലാ രീതിയിലും സ്വാധീനമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഞാൻ ഈ കംപ്ലയിൻറ്റ് കൊടുത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവർ പോയി മാനനഷ്ടത്തിന് കേസ്, അത് ഫെഫ്കയാണ് 5 ലക്ഷം രൂപ കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പം അത് ഇങ്ങനെ ഒരു വധഭീഷണിയും ഇങ്ങനെ ഒരു മോശം പരാമർശങ്ങളും നടത്തിയതിന് ശേഷം അവർ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയി മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ശരിയായ കാര്യമല്ല. ഇത് വേറെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോൾ പ്രസ് മീറ്റ് വിളിക്കുന്ന ജനറൽ സെക്രട്ടറി എന്തുകൊണ്ട് ഇതിന് ഉത്തരം പറയുന്നില്ല? ഇതൊക്കെ ഇങ്ങനെയുള്ള, നമുക്ക് ഒരു ആളെ അറസ്റ്റ് ചെയ്താൽ മാത്രമാണോ ഒരു ആക്ഷൻ എടുക്കേണ്ടത്? ഇതുപോലുള്ള വൃത്തികേടുകൾ ചെയ്യുമ്പോഴും ആക്ഷൻ എടുക്കണ്ടേ? സാന്ദ്രയ്ക്കെതിരെ മാത്രമല്ല, അച്ഛനെതിരെയും അസഭ്യവർഷവും കൊല്ലുമെന്നുള്ള ഭീഷണി. എന്നെ കൊന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല, അതല്ലല്ലോ. അത് ഈ ഒരു ഭീഷണി എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുമല്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേന് ഞാൻ മോളോട് പറഞ്ഞു, മോളെ നമുക്ക് നിയമപരമായിട്ട് പോകാം, പോലീസിനെയും കോടതിയും ഇത് ചെയ്യാം. ഇപ്പം നമുക്ക് ഇത്ര നാളായിട്ടും പോലീസിൽ നിന്ന് യാതൊരു ഒരു ഇതും ഉണ്ടായിട്ടില്ല, നമുക്ക് സപ്പോർട്ടും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയെ ആശ്രയിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇവർക്ക് ഇത്രയും ആകാനായിട്ടുള്ള ഒരു കാരണം, ഇത്രയും ഒരു കൊച്ചിനെ, ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കൊല്ലുമെന്നൊക്കെ പറയുമ്പോഴത്തേനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതേത് നാടാ ഇത്? നമ്മുടെ നാട്ടിൽ അല്ലേ? എന്നെ 1-2 പ്രൊഡക്ഷൻ കൺട്രോളർ, ഞാൻ 2-3 സിനിമയൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ എന്നെ 2-3 പ്രൊഡക്ഷൻ കൺട്രോളർ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾ ഇതെല്ലാം ഈ ചെയ്തവരെയൊക്കെ നമുക്കറിയാം. ഇത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പ്രൊഡക്ഷൻ കൺട്രോളിൽ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ സിൻസിയറായിട്ടുള്ളവർ. സിൻസിയറായിട്ടുള്ളവരുണ്ട്. അപ്പം പക്ഷേ എനിക്ക് എൻ്റെ പടത്തിൽ തന്നെ ചെയ്ത രാജൻ ഫിലിപ്പ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവരൊക്കെ. പക്ഷേ പല ആൾക്കാരും ഈ 75% ആൾക്കാരും
വളരെ മോശമാണ്. കാരണം എവിടെയൊക്കെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ഒരു സിനിമയുള്ളൂ. ഈ പ്രൊഡ്യൂസറിനെ കൊല്ലുക. എങ്ങനെയാണ് ഒരു സത്യം പറഞ്ഞാൽ ഒരു സ്വന്തം വീട്ടിൽ നിന്ന് വന്ന ഒരു പ്രൊഡ്യൂസർ റെൻറ്റ് വീട്ടിലേക്ക് മാറേണ്ട ഗതികേടാണ്. റെൻറ്റ് വീട്ടിൽ നിൽക്കുന്ന ആൾക്കാർ പ്രൊഡക്ഷൻ കൺട്രോളർമാർ സ്വന്തം വീട്ടിലേക്ക് മാറുക, സ്വന്തം വീടെടുത്ത് താമസിക്കുക. ഇതാണ് ഇതിലുള്ള വ്യത്യാസം. കാരണം അതുപോലെ അവർ കാശ് ഉണ്ടാക്കുന്നുണ്ട് ഇതിനകത്തുനിന്ന്. ആരാ പറയാത്തത്? ഏത് പ്രൊഡ്യൂസറാണ് പറയാത്തത് പ്രൊഡക്ഷൻ കൺട്രോൾ കക്കത്തില്ലെന്ന് പറയുന്നത്? ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഇത്ര ഇതാണ്. കാരണം അത് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ അത് ആയിക്കോട്ടെ, പക്ഷേ ഞങ്ങളിത് പച്ചയായിട്ട് പറയേണ്ട ഗതികൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും ഇങ്ങനെ കൊല്ലുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞെങ്കിലോ ആര് സമാധാനം? ഞങ്ങൾക്കല്ലേ നഷ്ടമുള്ളൂ. ഞാൻ പറയുന്നത് എനിക്ക് എന്തെങ്കിലും പറയും, എല്ലാ മാതാപിതാക്കൾക്കും അവരവരുടെ മക്കൾ വലുതാണ് അല്ലേ? എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിതാവെന്നുള്ള നിലയിൽ നമുക്ക് ജീവിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? ഇതാണ് സംഭവിച്ചത് മുഴുവൻ. സാന്ദ്ര തോമസിന്റെ പ്രതികരണം. ഒപ്പം സാന്ദ്രയുടെ അച്ഛൻ തോമസിനെയും സാന്ദ്രയുടെ അച്ഛനെയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണിയും പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫ്